Last attempt. Bharat Mata Ki. The lady in yellow can stand up. Yeah. Don't look on the side, because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? I think you can leave the house. ദേ കണ്ടില്ലേ, രാജ്യത്തിന്റെ അവസ്ഥ പോണൊരു പോക്കിന്റെ ഒരു നേർചിത്രമാണ് കോഴിക്കോട് നിന്നുള്ള ദൃശ്യം. കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി പങ്കെടുത്ത യൂത്ത് കോൺക്ലേവിൽ ഭാരത് മാതാ കി ജയ് എന്ന് കേന്ദ്രമന്ത്രി വിളിച്ചു കൊടുത്തപ്പോൾ ഏറ്റു വിളിച്ചില്ല എന്ന പേരിൽ യുവാക്കളോട് ക്ഷുഭിതയാകുകയാണ്. ഇൻടോളറൻസ് അഥവാ അസഹിഷ്ണുത. ഞങ്ങൾ പറയുന്നത് മാത്രം ഇവിടെ നടക്കണം, ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറയുന്നത് പോലെ ഏറ്റുപാടണം, ഇതാകണം പുതിയ ഇന്ത്യ. അതിനുവേണ്ടിയുള്ള സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഈ കാണുന്നത്. Bharat Mata Ki. If you guys are still sitting with your hands folded, is Bharat only my mata or your mata as well? Tell me. Any doubts? No doubts? Enthusiasm needs to be expressed. Bharat Mata Ki. This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata Ki. The lady in yellow can stand up. Yeah. Don't look on the side, because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? I think you can leave the house. Somebody who has no pride in the nation, who finds it embarrassing to speak about India, need not be part of Youth Conclave. Bharat Mata Ki. ഏതോ ഒരു പെൺകുട്ടി ഏറ്റു വിളിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം, ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ? ഭാരതം ഓരോ വ്യക്തിക്കും അവൻ്റെ രാജ്യമാണ്. അമ്മയാണോ അച്ഛനാണോ എന്നുള്ള കാര്യം സംഘികളല്ല, അല്ലെങ്കിൽ സംഘികളാൽ നയിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളല്ല സ്വീകരിക്കുന്നത്. ഈ നാട്ടിൽ ഒരാൾ പറയുന്നതിനെ അതേപടി ഏറ്റു വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഈ നാടിൻ്റെ ഭരണഘടന അത് അനുശാസിക്കുന്നുമുണ്ട്, അത് ഒരു വ്യക്തിക്ക് അനുവദിച്ച് നൽകിയിട്ടുമുണ്ട്. അവിടെയാണ് ഈ തിട്ടൂരം. വരും കാലങ്ങളിൽ ഇന്ത്യ എങ്ങോട്ടാണ് സഞ്ചരിക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശമാണിത്. ഇതിനെ സംബന്ധിച്ച് ചിലർക്ക് വേവലാതികൾ ഉണ്ടാകില്ല. കാര്യം, അടിമകളായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏത് വഴിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് തെളിയിക്കുന്നുണ്ട്. പ്രതികരിക്കേണ്ട സന്ദർഭമാണ്, പ്രതിരോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്ത് പൗരന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഭരിക്കപ്പെടുന്നവർ സംഘിയാണെങ്കിൽ അവരുടെ ഇഷ്ടാനുസരണം മാത്രമേ ഇവിടെ പ്രവർത്തിക്കാവൂ എന്നുള്ളതിൻ്റെ തുടക്കം കൂടിയാണിത്. ചെറിയൊരു സംഭവമല്ല. യുവജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രതികരിക്കണം. ഇത്തരം തിട്ടൂരങ്ങളൊന്നും ഈ നാട്ടിൽ നടക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ജനം തന്നെയാണ് യജമാനൻ. ആ അധികാര കസേരയിലെത്തിയാൽ ഞാനൊരു വലിയ സംഭവമാണ്, ഞാൻ പറയുന്നത് കേട്ടോളണം, ഞാൻ പറയും പോലെ ചെയ്തോളണം എന്നുള്ള ആജ്ഞയൊക്കെ നടപ്പാക്കി കളയാമെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.